നമസ്കാരം. ഷെക്കീന ഫയർ റൂമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് നിതിൻ ജോസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്നു. LDFും UDFും NDAയും ഒക്കെ വലിയ വാഗ്ദാനങ്ങളും വലിയ പ്രതീക്ഷകളും നൽകിക്കൊണ്ട് വലിയ ക്യാൻവാസിൽ അവരുടെ പ്രചരണങ്ങൾ പൊടിപൊടിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങൾക്ക് അപ്പുറത്ത് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൻ്റെ വ്യാധികൾ, ആശങ്കകൾ, പ്രശ്നങ്ങൾക്കൊക്കെ ശബ്ദം, ഉത്തരം നൽകുവാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവരുടെ പ്രചരണങ്ങളിൽ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുവാൻ കെൽപ്പുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഏതെങ്കിലും ഈ നാട്ടിലുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ക്രൈസ്തവ സമൂഹം, വിശ്വാസികൾ കാണേണ്ടത്? ഏതൊക്കെ തലത്തിലുള്ള നിലപാടുകളിലേക്കാണ് ക്രൈസ്തവ സമൂഹം ഈ ഇലക്ഷനിലേക്ക് സഞ്ചരിക്കേണ്ടത്? ഈ വിഷയവുമായി ഷെക്കീന ഫയർ റൂമിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ നമുക്കൊപ്പം ചേരുന്നു ഫാദർ സബിൻ തൂമുള്ളിൽ. അദ്ദേഹം താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ, ഒപ്പം സാമൂഹിക നിരീക്ഷകൻ ശ്രീ അമൽ സിറിയക് ജോസ്. രണ്ടുപേർക്കും പ്രിയ പ്രേക്ഷകർക്കും ഷെക്കീന ഫയർ റൂമിലേക്ക് സ്വാഗതം. സബിനച്ച, വീണ്ടും ഷെക്കീന സ്റ്റുഡിയോസിലേക്ക് അങ്ങേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മൾ ഇലക്ഷൻ്റെ ഒരു ചൂടിലാണ്. വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഇലക്ഷനിലേക്ക് വരുമ്പോൾ വളരെ പ്രത്യേകതകളുണ്ട് അല്ലേ? ഒന്ന്, LDFിൻ്റെ ഒരു ഭരണം നമ്മുടെ മുമ്പിലുണ്ട്. 2 വർഷത്തെ ഒരു ഭരണം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രകടനം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയമായി കാര്യമായ അംഗബലമില്ലെങ്കിലും കേന്ദ്രത്തിലെ ഒരു ഭരണവും അവിടെ മുന്നിട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളും ആശയങ്ങളും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുമുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ ആത്മവിശ്വാസത്തോടെ ഇലക്ഷനെ നേരിടുകയാണ്. എന്നാൽ വ്യക്തിപരമായി എനിക്ക് തോന്നിയൊരു കാലം, ഈ ഇലക്ഷൻ വളരെ വ്യത്യസ്തമാണ്. കാരണം ഈ ഇലക്ഷൻ ഇത്രയും ദിവസം മാത്രമേ ഉള്ളൂ. എന്നാൽ എന്നിട്ട് പോലും ഒരു തുറന്ന് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് കുറച്ച് പരസ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു, ചില ഗ്യാരണ്ടികളൊക്കെ നമ്മൾ കാണുന്നു. അതിനപ്പുറത്തേക്ക് ഒരു കാമ്പുള്ള കാര്യമായ ചർച്ചകൾ പോലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകുന്നില്ല എന്ന ആശങ്ക വ്യക്തിപരമായി എനിക്കുണ്ട്. അങ്ങേക്ക് കൂട്ടിച്ചേർക്കാം. തീർച്ചയായും ഇതിന് പറഞ്ഞത് വളരെ ശരിയാണ്. ഞാനും ഈ തവണത്തെ ഇലക്ഷൻ പ്രചരണങ്ങളുടെ രീതികൾ ശ്രദ്ധിക്കുകയാണ്. ഇത്തവണത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം തന്നെ അവരുടെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് മതമാണ് വിഷയം. മതം എങ്ങനെ വിഷയമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വശത്ത് മതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയം, അതാണ് അതിൻ്റെ അകത്തെ ഘടകം. ഒരു പാർട്ടി വർഗീയ ചേരികളോട് ചേരുന്നുവെന്ന് മറു പാർട്ടി പറയുന്നു. 2 ആഴ്ച കഴിയുമ്പോൾ ആ പറഞ്ഞ പാർട്ടി തന്നെ ഇതേ സ്വഭാവമുള്ള വർഗീയ ചേരികളോട് കൂട്ടുചേരുന്ന സാഹചര്യം ഉണ്ടാകും. ഞാൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും പോലെയുള്ള തീവ്രവാദ സ്വഭാവമുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന അതിഭീകരമായിട്ടുള്ള ഒരു ആശയത്തെ കൈകാര്യം ചെയ്യുന്നതോടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ഇടത് വലത് പാർട്ടികൾ സഖ്യം ചേരുന്നു എന്നുള്ളതാണ്. മറുവശത്ത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പ്രത്യക്ഷമായും പരോക്ഷമായും അവർക്ക് ഒരു പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തിന്റെ നിലപാടുണ്ട് എന്നുള്ളത് അവരുടെ ആദർശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവുമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 3 സംവിധാനങ്ങളും ഇത്തവണ ഒരു പൊളിറ്റിക്സ്, റിലീജിയനെ ഒരു പൊളിറ്റിക്കലി യൂസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതൊരു വശമാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തവണ ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടിയെ വിമർശിക്കാനുള്ള വഴി എന്താണ്? കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടി മറ്റ് തീവ്രവാദ സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിക്കുന്നു എന്നൊരു LDF പറയുമ്പോൾ, കോൺഗ്രസ് പറയുന്നു BJPയെ കൂട്ടുപിടിച്ചുകൊണ്ട് LDF അധികാരത്തിൽ കയറാൻ നോക്കുന്നു. അതല്ലെങ്കിൽ ചിലയിടങ്ങളിൽ LDF BJPക്ക് പിന്തുണ നൽകുന്നു എന്ന രീതിയിൽ പറയുന്നു. യഥാർത്ഥത്തിൽ ഇതാണോ വിഷയം? എൻ്റെ ചോദ്യം, ഇവർക്ക് ആദർശശുദ്ധിയോടുകൂടി പൊതുജനത്തെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം നഷ്ടപ്പെട്ടു പോയോ? ഇവരെ ആരെയാണ് ഭരിക്കുന്നത്? ഇവർ ഭരിക്കുന്നത് ഇവിടുത്തെ സാധാരണ ജനത്തെയാണ്, പൗരന്മാരെയാണ്. ആ പൗരന്മാർക്ക് മതമുണ്ടാകാം, മതമില്ലായിരിക്കാം. അതുകൊണ്ട് മതമല്ല ഇവിടുത്തെ വിഷയം. മറിച്ച് രാഷ്ട്രീയക്കാരെന്ന നിലയിൽ ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്യണം? ഇവർ കൃത്യമായിട്ട് ജനത്തിന്റെ പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് തയ്യാറാകണം. അതിവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്, ഷെക്കീന ചാനലിൽ നമ്മൾ പ്രധാനമായിട്ടും ക്രിസ്ത്യൻ ആവശ്യങ്ങളെക്കുറിച്ച്, കോസിനെ കുറിച്ചാണല്ലോ സംസാരിക്കുക.
നിതിൻ, ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടു. 426ഓളം പേജുണ്ട്, 284ഓളം നിർദ്ദേശങ്ങൾ ഈ സമുദായത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിലനിൽപ്പിനെ വെച്ചുകൊണ്ട് വന്നിട്ടുമുണ്ട്. രണ്ട് രീതിയിലാണ് എനിക്ക് വലിയ വിഷമം തോന്നുന്നത്. ഒന്ന്, ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആരും ഈ ജസ്റ്റിസ് JB കോശി കമ്മീഷനെ മുഖവിലക്കെടുത്തിട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ഈ ഒരു കാര്യമെങ്കിലും ക്രൈസ്തവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയത്തെ പറ്റി സംസാരിച്ച ഒരു നിർദ്ദേശമെങ്കിലും രാഷ്ട്രീയത്തിന്റെ പ്രചരണത്തിന്റെ ഒരു മാർഗമായിട്ട് അവർക്ക് മാറ്റാമായിരുന്നു. ഇത് പ്രസിദ്ധീകരിച്ച LDF പോലും അത് ഒരു അതൊരു ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നില്ല. എന്തിനേറെ ഇതിനെതിരെ ഒത്തിരി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ട ശ്രീ ജോസ് കെ മാണിയുടെ പ്രചരണത്തിൽ പോലും നമ്മൾ ഇത് കാണുന്നില്ല. പാലായിൽ പോലും ഇത് ചർച്ചയാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ചർച്ചയായി കഴിഞ്ഞാൽ അത് ഒരു പറ്റം ആളുകളെ വിഷമിപ്പിക്കുമോ, അലോസരപ്പെടുത്തുമോ എന്നൊരാശങ്ക ഒരു പക്ഷേ ഇത് ഇറക്കിയ രാഷ്ട്രീയ പാർട്ടികൾക്കെങ്കിലും ഉണ്ടായേക്കാം. ഒരു പക്ഷേ അതിനകത്ത് ഇത് മറ്റാർക്കെങ്കിലും ഏതെങ്കിലും മതക്കാർക്ക് വിഷമം ഉണ്ടാകുമോ എന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഇത് ക്രിസ്ത്യാനികളെ സന്തോഷിപ്പിക്കുകയല്ല, അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുമോ എന്ന ചിന്ത പോലും അവർക്കില്ല. കാരണം ക്രൈസ്തവർക്ക് ഈ ഒരു വിഷയത്തിൽ എത്രമാത്രം ശ്രദ്ധയുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറുവശത്തെ കുറിച്ച് വെച്ചാൽ ഏതെങ്കിലും സംഘടനകളോ ഏതെങ്കിലും വ്യക്തികളോ ഇതുവരെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആരെങ്കിലും ക്രൈസ്തവ സംഘടനകളെ കുറിച്ചും വ്യക്തികളെ കുറിച്ചും ഒക്കെയാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ സഭാ സാമുദായിക നേതൃത്വങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, ആരെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് പരസ്യമായി ജസ്റ്റിസ് JB കോശി കമ്മീഷനിലെ ഈ ഇന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായിട്ട് പറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇല്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഇവിടെ ക്രൈസ്തവ സമുദായത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളെ കേവലം കാർഷിക മേഖലയിലെ കൃഷി ഉൽപ്പന്നങ്ങളുടെ വിളവുകളുടെ വിലയെക്കുറിച്ച് മാത്രം കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ശരി, അവിടെയാണ് പ്രശ്നം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ക്രൈസ്തവരിൽ ഒരു 60% വരുന്ന ആളുകളുടെ വരുമാന സ്രോതസ് കൃഷി തന്നെയാണ്. പക്ഷെ ഈ കൃഷി എത്ര നാളത്തേക്ക് ഇനി ഉണ്ട്, അല്ലെങ്കിൽ പുതിയ തലമുറയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എത്ര ശതമാനം ആളുകൾ കൃഷി? അങ്ങ് പറയുന്നതിന്റെ സമ്മറി എന്ന് പറഞ്ഞാൽ JB കോശി കമ്മിറ്റിയിലെ നിർദ്ദേശങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം ഇലക്ഷനിൽ വരുന്നില്ല എന്നാണ്. അമലിന് എന്ത് തോന്നുന്നു? ഈ ഇലക്ഷനെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് വരുന്നു. ഈ ക്രൈസ്തവ സമൂഹങ്ങൾ ഷെക്കീന ടെലിവിഷൻ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയും ഒക്കെ നമ്മൾ പങ്കുവെച്ച, അല്ലെങ്കിൽ നമ്മൾ ഈ കാലം അത്രയും പങ്കുവെച്ച പല പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ആ നിലയ്ക്കുള്ള ഒരു പ്രതികരണം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് ഇദ്ദേഹം പങ്കുവെച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, അവിശുദ്ധ കൂട്ടുകെട്ടുകൾക്ക് വലിയ ഗ്ലോറിഫിക്കേഷൻ കിട്ടുന്നത്, അത് വലിയ സ്വീകാര്യത കിട്ടുന്നത്, അത് അങ്ങനെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി സന്ധി ചേരുന്നതൊക്കെ ക്രെഡിറ്റായിട്ട് പോലും പറയുന്ന ഒരു വാട്ടപൊട്രി പൊളിറ്റിക്സിലേക്കാണ് നമ്മൾ പോകുക. അവനുണ്ടല്ലോ എന്നാൽ പിന്നെ ഞാനും ഉണ്ടായാൽ എന്താണ് കുഴപ്പമെന്ന് പറയുന്ന ആ നിലയിലേക്ക് നമ്മുടെ രാഷ്ട്രീയം അധപതിക്കുന്ന സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. എങ്ങനെ വിലയിരുത്തുന്നു? കഴിഞ്ഞ ദിവസം ഈ JB കോശിയായിട്ട് ബന്ധപ്പെട്ട് നടന്നൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ക്രിസ്ത്യാനികൾ ഒരു ബാർഗെയിനിങ് പവർ അല്ല, അതേസമയം മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു ബാർഗെയിനിങ് പവറാന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി അവർ എണ്ണത്തിൽ കൂടുതലാണ്, അതോടൊപ്പം തന്നെ പൊളിറ്റിക്കലിയും സാമൂഹിക തലത്തിലൊക്കെ തന്നെ ഒരു ബാർഗെയിനിങ് പവറായിട്ട് അവർ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ മാറിക്കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം പല ഡിനോമിനേഷനായിട്ട് കിടക്കുന്നു, വിഭജിച്ച് കിടക്കുന്നു, ഇവർക്കൊരു ബാർഗെയിനിങ് പവർ ഇല്ല എന്ന സത്യം ഈ ക്രിസ്ത്യാനികളെ പിന്നോക്കാവസ്ഥയിൽ പിടിച്ച ആ ഒരു കമ്മീഷൻ്റെ ചെയർമാനായിട്ടുള്ള ഈ JB കോശി തന്നെ അവിടെ പറയുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ കാണേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുസ്ലിം സമുദായത്തിൻ്റെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായിട്ട് രാഷ്ട്രീയ കക്ഷികൾ അവിടെ തീവ്രവാദ ഒരു സ്വരം അവർക്കുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും, അല്ലെങ്കിൽ പലരും ചോദ്യം ചെയ്തിട്ട് പോലും നിശബ്ദമായി നിന്നുകൊണ്ട് അവരെ അനുകൂലിക്കുന്നൊരു സമീപനം ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് എടുക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എടുക്കാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ പല രാഷ്ട്രീയ പ്രസ്ഥാനവും അതേപോലെ തന്നെ രാഷ്ട്രീയക്കാരും ഒരു പേഴ്സണൽ കോണ്ടസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പലരും ഒറ്റയാണ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചോളം പലരും പല സമയങ്ങളിലും അവൻ ഒറ്റയായിട്ടാണ് നിൽക്കുന്നത്. ചില സമയങ്ങളിൽ സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ മാത്രമാണ് അവൻ്റെ കൂടെ ആളുകൾ എന്ന രീതിയിലേക്കുള്ളൊരു ഘടന വരിക. ഈ ഒറ്റയായിരിക്കുന്ന സമയത്ത് അവനോടൊപ്പമായിരിക്കാനായിട്ട് ശ്രമിക്കുന്നവന് ഇവനെ പലപ്പോഴും സ്വാധീനിക്കാൻ കഴിയും. അതൊരു വലിയ ഒരു പോയിന്റാണ്.
അപ്പം തീർച്ചയായിട്ടും നമ്മൾ നോക്കുവാണെങ്കിൽ ക്രൈസ്തവ സമുദായത്തിന് വരുന്നൊരു വലിയ വീഴ്ച ഇത് തന്നെയാണ്. അതായത് ക്രൈസ്തവ സമുദായത്തെ എടുത്ത് നോക്കുവാണെങ്കിൽ ഈ സമുദായത്തിന്റെ ശബ്ദം ആരാണ്, അല്ലെങ്കിൽ ഈ സമുദായത്തിന്റെ കാര്യങ്ങൾ ചോദിക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വ്യക്തമായ ഉത്തരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയാം. അതേസമയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഉണ്ടെന്നും പറയാം. ഉണ്ടെന്ന് പറയുന്നതിൽ നമുക്ക് പറയാവുന്ന കുറച്ച് ഘടകങ്ങളാണ് ഈ സമുദായ സംഘടനകളായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ സഭാ സംഘടനകളായിട്ട് നിൽക്കുന്നവർ. ഇപ്പോൾ AKCC പോലെയുള്ള സംഘടനകൾ, അല്ലെങ്കിൽ KCYM പോലെയുള്ള സംഘടനകൾ. ഇനി ഓരോ റീത്തിനും ഓരോരോ സംഘടനകളുണ്ട്, മറ്റ് സഭകൾക്ക് സംഘടനകളുണ്ട്. ഈ സംഘടനകൾക്ക് ഈ രാഷ്ട്രീയക്കാരെ സ്വാധീനിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? ഈ സംഘടനകൾക്ക് ഇവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ടും ഈ രാഷ്ട്രീയക്കാരിലൂടെ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളും SDPI പോലെയുള്ള സംഘടനകളും PDP പോലെയുള്ള സംഘടനകളൊക്കെ വിജയിക്കുന്നത്. കാര്യം അവര് എപ്പോഴൊക്കെയോ എങ്ങനെയൊക്കെയോ ഈ രാഷ്ട്രീയക്കാരെ കൃത്യമായിട്ടും സ്വാധീനിച്ച് അവരുടെ കൂട്ടത്തിൽ കൂട്ടാനായിട്ടും. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ MES, മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറയുന്ന MES എന്ന് പറഞ്ഞാൽ വളരെ വിപുലമായിട്ട് കിടക്കുന്ന ഒരു വിദ്യാഭ്യാസ ശൃംഖലയും മറ്റ് മെഡിക്കൽ മേഖലയിലൊക്കെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സാധനമാണ്. ഈ MESന്റെ തന്നെ ചെയർമാനായിട്ടും അതിൻ്റെ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ട് അതിൻ്റെ തലതൊട്ടപ്പനായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനൊരു ഉടമയായിട്ട് നിൽക്കുന്ന ഫസൽ ഗഫൂറിനെ പോലുള്ളൊരു വ്യക്തി, അദ്ദേഹം ഒരു സമ്മേളന വേദിയിലാണെന്ന് തോന്നുന്നു സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോഴുള്ള മാധ്യമങ്ങളൊക്കെ നമ്മുടെ കയ്യിലാണ്. അപ്പൊ അതിനകത്ത് പുള്ളി പറയുന്ന ഒരു ടേം ഉണ്ട്. അതായത് ഈ പറയുന്ന ഇന്ന് നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കാണുന്ന ഈ ചർച്ചകൾ നയിക്കുന്ന, ന്യൂസ് വായിക്കുന്ന ആ മാധ്യമ പ്രവർത്തകരെയൊക്കെ ഇവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ക്ഷണിക്കുകയും അവർക്ക് അവിടെ ഒരു ടോക്കിന് അവസരം കൊടുക്കുകയും അവർക്കൊരു ആദരം കൊടുക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, ഒരു സമ്മാനം കൊടുത്തു വിടുന്നു. അങ്ങനെയൊക്കെ കൊടുത്തു വിട്ടുകൊണ്ട് അവർ കൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് വരുത്തി അവരുടെ വരുതിയിലേക്ക് ആക്കുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ മാധ്യമങ്ങളെല്ലാം നമ്മളോടൊപ്പമാണ്, അവർ നമുക്കെതിരെ സംസാരിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇതേ ഒരു തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം മിക്കവാറും ഈ പറയുന്ന സംഘടനകളിൽ. അത് നമുക്ക് എടുക്കാൻ കഴിയാത്തതാണ് നമ്മുടെ ഒരു വലിയ ഡ്രോബാക്ക് ആയിട്ട് മാറുന്നത്. നമുക്ക് ഇലക്ഷനിലേക്ക് വരുമ്പോൾ നമ്മളൊരു നന്മയുടെയും നീതിയുടെയും സത്യത്തിൻ്റെയും ഒക്കെ സ്വരമാണല്ലോ കത്തോലിക്ക സഭയ്ക്കുള്ളത്. പ്രത്യേകിച്ച് ധാർമ്മികത അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന രാഷ്ട്രീയത്തെയാണ് എല്ലാ കാലത്തും സഭ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. എന്നാൽ നമ്മൾ ഈ സമീപനാളിലെ കേരളത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ മദ്യം ഏറ്റവും കൂടുതൽ അവൈലബിൾ ആകുന്ന ഒരു കാലഘട്ടമാണ്. മദ്യത്തിന് ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടുന്നു. അതൊരു ലുലു മാളിനേക്കാൾ സൗന്ദര്യത്തോടെ, അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിനേക്കാൾ സൗന്ദര്യത്തോടെ മദ്യ ഹൈപ്പർ മാർക്കറ്റുകൾ കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. പല സ്ഥലങ്ങളിൽ കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ നമ്മളുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും നല്ല യങ് ബ്ലഡിനെ നശിപ്പിക്കുന്ന ഡ്രഗ്സിന് ഏറ്റവും കൂടുതൽ അവൈലബിലിറ്റി കിട്ടിയ കാലമാണ് നമ്മുടെ മുമ്പിൽ പോകുന്നത്. ഈ 10-20 വർഷത്തെ നമ്മുടെ കേരളത്തിലെ ചരിത്രം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവൈലബിലിറ്റി കിട്ടുന്ന ഒരു കാലം. അതെല്ലാം നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്നു, അവരുടെ എല്ലാ നന്മകളെയും നശിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ കുറേ ആളുകളെ വലിയ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യുന്നു. അതിൽ ഒരു സംഗീതജ്ഞൻ, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല, പക്ഷേ അദ്ദേഹത്തിനെതിരെ ലൈംഗിക അതിക്രമ കേസുകൾ പോലുമുണ്ട്. ആ ആളുകൾക്ക് അവാർഡ് ഇവിടെ കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംഗീത പരിപാടിയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം അനൗൺസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ധാർമ്മികത അപജയത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് കേരളം സഞ്ചരിക്കുന്നുണ്ടോ എന്നൊരു സന്ദേഹം. എന്ന് വെച്ചാൽ മൂല്യങ്ങൾ അടിയറവ് വെക്കുന്ന, അല്ലെങ്കിൽ അശുദ്ധിയെ പ്രോത്സാഹിപ്പിക്കുന്ന, മദ്യത്തെയും മയക്കുമരുന്നിനുമൊക്കെ വലിയ സ്വീകാര്യത ലഭിക്കുന്ന, അങ്ങനെ നമ്മുടെ നാടിൻ്റെ ഒരു വാല്യൂ സിസ്റ്റം തകർന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ ആ ഒരു കാഴ്ചയോടുകൂടി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ വിലയിരുത്തേണ്ടതല്ലേ? ഈ വ്യക്തിപരമായിട്ടുള്ള റോഡുകളുടെ വികസനമോ പാലങ്ങളുടെ വികസനമോ അപ്പുറത്തേക്ക് മനുഷ്യരെന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മയുടെ മൂല്യനിർമ്മിതിയെ ശരിക്കും തുരങ്കം വയ്ക്കുന്നതല്ലേ 3 രാഷ്ട്രീയ പാർട്ടികളുടെ സന്ദേഹവും വ്യക്തിപരമായി നമുക്ക് ഉണ്ടാകേണ്ടതല്ലേ? എങ്ങനെയാണ് അച്ഛൻ അതിനോട് കണക്ട് ചെയ്യുന്നത്? അതിസങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണത്. കാരണം ഈ മൂല്യം എന്ന് പറയുന്നത് എന്താണെന്ന് ഇന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒബ്ജക്റ്റീവ് ട്രൂത്ത് ഇന്നില്ല, എല്ലാം സബ്ജക്റ്റീവ്സമാണ്. എൻ്റെ കാഴ്ചപ്പാടുകൾ, എൻ്റെ ശരികൾ, അതിനപ്പുറം യഥാർത്ഥമായ കാഴ്ചപ്പാട് എന്താണെന്നോ യഥാർത്ഥമായിട്ടുള്ള ശരി എന്താണെന്നോ അതിനെക്കുറിച്ച് ഇന്ന് ആരും അന്വേഷിക്കുന്നില്ല. അതൊരു പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നമാണ്. സത്യാന്തര യുഗത്തിലൂടെ നമ്മൾ ജീവിച്ചു പോവുകയാണ്. ഒരു പോസ്റ്റ് ട്രൂത്ത്, പോസ്റ്റ് മോഡേണിസം.
ഉത്തരാധുനികതയുടെ ഒരു വലിയ ഒരു 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 ഡ്രോബാക്ക് ആണത്. ശരി. നമ്മള് നോക്കുക, 10 വർഷം മുൻപ് ആദ്യത്തെ പിണറായി സർക്കാർ അധികാരത്തിൽ കയറുന്ന സമയത്തുള്ള ഇലക്ഷൻ പ്രചരണത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു സ്കൂളുകളല്ല വിഷയം, ബാറുകൾ തുറക്കില്ല എന്നുള്ളതായിരുന്നു. അപ്പോ KPC ലളിത അടക്കമുള്ള ആളുകളുടെ പരസ്യങ്ങൾ ഇന്ന് ട്രോളുകളായിട്ട് വരികയാണ്. KPC ലളിത ഇവരെയൊക്കെ വെച്ച് ഇറങ്ങിയ പരസ്യങ്ങൾ, ബാറുകൾ പൂട്ടും. അവിടെ നിന്ന് ഇന്ന് എത്ര ബാറുകൾ വന്നിരിക്കുന്നു. ബാറ് പോകട്ടെ, IT മേഖലകളിൽ, വലിയ IT ഹബ്ബുകളിൽ ഒക്കെ അതിനോട് ചേർന്ന് പബ്ബുകള്, ഡാൻസ് ബാറുകൾ പോലെയുള്ള രീതിയിൽ പോലെയുള്ള കാര്യങ്ങൾ അവിടേക്ക് വരികയാണ്. അപ്പൊ ഇത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇങ്ങനെയുള്ള കുറേയേറെ സുഖ സൗകര്യങ്ങൾ ആളുകൾക്ക് കൊടുത്ത് നമ്മുടെ യുവജനങ്ങളെ മുഴുവനും ഇവരുടെ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കാം എന്നുള്ള ഒരു ചിന്ത ഇവരുടെ ഉള്ളിലുണ്ട്. ഒന്ന്. രണ്ട്, ഇതൊരു വലിയ വരുമാന സ്രോതസ്സാണ്. അപ്പോൾ സർക്കാരിന് രണ്ടാമത് പറഞ്ഞല്ലേ കുറച്ചുകൂടെ, രണ്ടാമത് പറഞ്ഞതാണ് കുറച്ചുകൂടെ സാധ്യത. അതിന്റെ കൂടെ നൈസായിട്ട് കിട്ടുന്ന കുറച്ച് ഒരു പിന്തുണയുണ്ടല്ലോ വോട്ടിന്റെ പേരിൽ, അതൊക്കെ അവരുടെ ചിന്തയിലുള്ള വിഷയമായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്രൈസ്തവ ധാർമ്മികത എല്ലാ മതങ്ങളും അതിശക്തമായിട്ട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം. മനുഷ്യൻ അവൻ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ, പുരുഷനായോ സ്ത്രീ ആയിട്ടോ ജനിക്കുന്നു. അത് ക്രിസ്തീയത അത് പഠിപ്പിക്കുന്നുണ്ട്, ഇസ്ലാം അത് പഠിപ്പിക്കുന്നുണ്ട്, ഹിന്ദുയിസം അത് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ മതങ്ങളും ദൈവം മനുഷ്യനെ പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ ആയി സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതെ. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതിശക്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് ഇന്ന് ഈ ട്രാൻസ്ജെൻഡർ എന്നറിയപ്പെടുന്ന വ്യക്തികൾ ഏത് രീതിയിലാണ് അതിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ ആരും ചർച്ചാ വിഷയമാക്കുന്നില്ല. നിതിൻ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജന്മനാ ഒരു വ്യക്തി ഒരു ഡോമിനന്റ് നേച്ചറിൽ പുരുഷനോ സ്ത്രീയോ എന്ന രീതിയിൽ ജനിക്കുന്നു. അതല്ലാത്ത സാഹചര്യത്തിൽ ജനിക്കുന്ന ആളുകൾക്ക് സർജറിയിലൂടെ ഏതാണോ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന കാര്യം അതിലേക്ക് മാറാമെന്നുള്ളതാണ് ധാർമ്മികമായിട്ടുള്ള പഠനങ്ങൾ പറയുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത്, ഒരാൾ ശാരീരികമായിട്ട് പുരുഷനായിട്ട് തീരുകയും എന്നാൽ മാനസികമായിട്ട് അയാൾ താൻ സ്ത്രീയാണെന്ന് ധരിക്കുകയും ചെയ്യുന്നെങ്കിൽ അത് ആ വ്യക്തിയുടെ ശരീരത്തിൽ സർജറിയിലൂടെ മാറ്റം കൊണ്ടുവന്ന് കൃത്രിമമായ ഹോർമോണുകൾ കുത്തിവെച്ച് പൂർണ്ണമായിട്ട് സ്ത്രീയാകാൻ വാല്യൂ എന്ന് പറയുമ്പോൾ അച്ഛൻ അതിനെയും ഉൾപ്പെടുത്തുകയാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും, ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥാനാർത്ഥി വരെയുണ്ട്. അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്നറിയുമോ? അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു നീക്കത്തിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, ട്രാൻസ്ജെൻഡർ നിയമവുമായി ബന്ധപ്പെട്ട് അത് സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന 2 കാറ്റഗറിയിൽ മനുഷ്യനെ കാണണം എന്ന തരത്തിൽ ഒരു വ്യാഖ്യാനം കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ അത് BJP ഗവൺമെന്റ് ആണ്, അല്ലെ കേന്ദ്ര സർക്കാരാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം ഇതാണ്, ഇവിടെ ഇത്തരത്തിലുള്ള ധാർമ്മിക വിഷയങ്ങളൊന്നും ചോദ്യം ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ചോദ്യങ്ങളിലേക്ക് വരുന്നില്ല. ഇവിടെ ഭൂരിപക്ഷത്തിന് എന്താണ് താല്പര്യം, അതല്ലെങ്കിൽ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുന്ന ജനവിഭാഗത്തിന്റെ ധാർമ്മിക മൂല്യം എന്താണോ അതിലേക്ക്, അത് ഉയർന്നതാണോ താഴ്ന്നതാണോ എന്നുള്ളതല്ല വിഷയം. പെട്ടെന്ന് ആളുകളെ സ്വാധീനിക്കാൻ എന്ത് ധാർമ്മികതയെ ആണോ സപ്പോർട്ട് ചെയ്യാൻ കഴിയുക അതിലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അത് അപകടകരമാണ്. ശരി. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ധാർമ്മികതയെക്കുറിച്ച് പറയുമ്പം ഈ നേതാക്കളുടെ ധാർമ്മികതയും ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു മന്ത്രിയാണ് ഒരു കരിങ്കൊടി കാണിച്ച കുറച്ച് ചെറുപ്പക്കാരെ ആക്രമിച്ചു എന്ന് പറയുന്ന ആശുപത്രി അഡ്മിറ്റ് ആകുന്നു. ഞാൻ ഇതൊക്കെ കാണുന്ന യുവജനങ്ങൾ, നമ്മൾ ഇത്രയും ക്യാമറകളും ഇത്രയും സിസ്റ്റങ്ങളും ഉള്ള ഒരു നാട്ടിൽ, ഇത്രയധികം ടെക്നോളജി വളർന്നൊരു കാലത്ത് ഇങ്ങനെയൊക്കെ പച്ച നുണകൾ പറയുന്ന ആളുകൾ നമ്മുടെ നാടിനെ നയിക്കുന്നത്, ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഇങ്ങനെ പറഞ്ഞ് നുണകൾ തീർക്കുന്ന ഒരു കാലവും നമ്മളുടെ അത് ഒരു പാർട്ടിയും അതിൽ വിഭിന്നമല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവർ ഒരു നുണയെ ഇങ്ങനെ പറഞ്ഞ് അത് സത്യമാണ് ധരിപ്പിക്കുന്ന അങ്ങനെയുള്ള ഒരു ശൈലിയും നമ്മൾ ഈ സമീപ നാളുകൾ വളരെ വലിയ രീതിയിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ പല ഡീൽ വിവാദങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പല ചിത്രങ്ങളും നമ്മളിവിടെ കാണുന്നുണ്ട്. ഒരു 10 തവണ ഇത് പറഞ്ഞ് വരുമ്പോഴേക്കും ഏത് നുണകളും അത് സത്യമാണ് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സത്യാന്തര കാലവും
ഈ ഒരു സമയത്ത് നമ്മളുടെ ചർച്ചയിലേക്ക് വരേണ്ടതാണ്. ഈ വർഷത്തെ നമ്മൾ ഇലക്ഷനിലേക്ക് വരുമ്പോഴേക്കും ധാരാളം ആളുകൾ, ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്തുണയുടെ ധാരാളം ആളുകൾ പല രാഷ്ട്രീയ പാർട്ടികളിലും മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട്. പല രാഷ്ട്രീയ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലുമൊക്കെ സാന്നിധ്യമൊക്കെ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം നമ്മൾ കാണുന്നുമുണ്ട്. എന്നിരുന്നാലും ഈ ക്രൈസ്തവ സമൂഹം ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അമലിന് പങ്കുവയ്ക്കാനുള്ളത്? ക്രൈസ്തവ സമൂഹം ഏതൊക്കെ വിഷയങ്ങൾ ഉന്നയിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒന്ന് ഉന്നയിക്കാവുന്നതാണ്. ഇപ്പൊ അങ്ങ് ആദ്യം തന്നെ സൂചിപ്പിച്ച JV കോശി കമ്മീഷൻ റിപ്പോർട്ടും അതിനെ തുടർന്നാണ് നടപടികളും. രണ്ടാമത് തീർച്ചയായിട്ടും ഇവിടെയുള്ള ക്രൈസ്തവരുടെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലേക്കുള്ള ഒരു സർക്കാർ സംവിധാനം രൂപപ്പെടുത്തണം. അതായത് ഇപ്പം സംവരണം പോലെയുള്ള ഘടകങ്ങളുണ്ട്, മറ്റ് ആനുകൂല്യ വിഷയകാര്യ ഘടകങ്ങളുണ്ട്. അപ്പം സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ഇപ്പം ഈ പിന്നോട്ടടിക്കുന്ന അല്ലെങ്കിൽ ഈ വളർച്ചയെ ബാധിക്കുന്ന, സാരമായി ബാധിക്കുന്ന അവസ്ഥകൾ മാറ്റിക്കൊണ്ട് അത്തരത്തിലുള്ള പദ്ധതികൾ കൃത്യമായിട്ടും സർക്കാർ സംവിധാനങ്ങളിലൂടെ ആവിഷ്കരിക്കണം എന്നുള്ളതാണ്. പിന്നെ മൂന്നാമതും പ്രധാനമായിട്ടും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഉണ്ടാകണമെന്നുള്ളതാണ്. അതായത് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും അപകടകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വോട്ടിംഗ് സിസ്റ്റം തന്നെയാണ്. വോട്ടിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം വോട്ട് കൊടുക്കുന്നത് ആരാണോ അവൻ ജയിച്ചു വരുന്നു. അവൻ മുഖ്യമായും പരിഗണിക്കുന്നത് ആരവന് കൂടുതൽ വോട്ട് കൊടുത്ത് ആ സമൂഹത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശമോ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക വിഭാഗത്തേക്ക് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷമായിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ട് ബാങ്ക് ഷെയർ ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും തമസ്കരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നൊരു ചിന്ത വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കരുത്, പകരം കൂടെ നിർത്തണം എന്നുള്ളൊരു ചിന്തയിലേക്കുള്ള ഒരു വ്യാഖ്യാനം രാഷ്ട്രീയ പാർട്ടികളുള്ളിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പം തിരസ്കരണമല്ല, കൂടെ നിർത്താനായിട്ടും കൂടെ കൊണ്ട് നടക്കാനായിട്ടും ഒക്കെയുള്ളൊരു ചിന്ത, ഒരു മാനുഷിക പരിഗണനയെങ്കിലും ഈ സമൂഹത്തോട് കാണിക്കണമെന്നുള്ളതാണ്. ശരി, ഇവിടെ നമ്മൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ കേട്ട ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ ഒരു മൈക്രോ മൈനോറിറ്റി പരിഗണന കൊടുക്കണമെന്നൊക്കെ പറയുന്നു. എനിക്ക് തോന്നുന്നു ഈ അങ്ങനെയൊക്കെയുള്ള പറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും നമ്മളുടെ ഒരു ചർച്ചയിൽ നമ്മൾ കേൾക്കുന്നില്ല, കാണുന്നില്ല. അപ്പൊ ശരിക്കും ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട കാര്യമുണ്ടോ എന്ന ഒരു ചോദ്യവും ഉണ്ടായേക്കാം, അല്ലേ? ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അത് പൊതുവായ വിഷയങ്ങൾ ചർച്ച ചെയ്താൽ മതിയല്ലോ. ഒരു മതത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നതുകൊണ്ടാണോ ഇതൊന്നും ചർച്ച ചെയ്യാതിരിക്കുന്നത് എന്നും അങ്ങനെ കൂടി കരുതാൻ പറ്റുമോ? അങ്ങനെ പൂർണ്ണമായിട്ടും അങ്ങനെ കരുതാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ബോധപൂർവമാണ്, വളരെ കൃത്യമായിട്ടുള്ള ബോധ്യത്തോടെ അത് മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും അത് ഈ ഇലക്ഷനിൽ ചർച്ചയിലേക്ക് വരുന്നില്ല, നമ്മൾ കാണുന്നില്ല. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ക്രൈസ്തവരുടെ പിന്തുണ അവർക്ക് കിട്ടും എന്നുള്ള കോൺഫിഡൻസ് അവർക്കില്ലാത്തതാണ് പ്രധാനപ്പെട്ട വിഷയം. എനിക്ക് നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സർക്കാരിനോട് ചോദിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, 2011 മുതൽ ഇവിടെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുണ്ട്. ന്യൂനപക്ഷ വകുപ്പിൽ 2011 മുതൽ 2016 വരെ ശ്രീ മഞ്ഞളാംകുഴി അലിയാണ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. പിന്നീട് 2016 മുതൽ 21 വരെ KT ജലീലാണ്. 2021 മുതൽ ഒരു കുറഞ്ഞ കാലഘട്ടത്തേക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഭരിച്ചു. പിന്നീട് അതിനുശേഷം V അബ്ദുറഹ്മാൻ. നിതിൻ, കേരളത്തിൽ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾ ആരാണ്? എന്താണ് ആർട്ടിക്കിൾ 29-30 ഭരണഘടന ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞിരിക്കുന്ന തത്വം? എണ്ണത്തിൽ കുറവുള്ളവർ കാലാന്തരത്തിൽ ഭൂരിപക്ഷ സമൂഹങ്ങളാൽ ഇല്ലാതാക്കപ്പെടാനോ അത് സ്വയം ഇല്ലാതായി പോകാനോ സാധ്യതയുള്ളതിനാൽ അവരെ പ്രത്യേകമായിട്ട് സംരക്ഷിക്കണം. അവരുടെ സ്വത്വം സംരക്ഷിക്കണം, അവരുടെ നിലനിൽപ്പ് സംരക്ഷിക്കപ്പെടണം. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ക്രൈസ്തവ സമുദായം ഈ 2026 ആകുമ്പോഴേക്കും കേരളത്തിൽ ഏകദേശം 14% എങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് ന്യൂനപക്ഷം? കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹം എന്ന് പറഞ്ഞാൽ, അതായത് അതിൽ താഴെ ക്രിസ്ത്യാനികളാണ് അതിൽ കാണാൻ കഴിയുന്ന ന്യൂനപക്ഷം. കാണാൻ കഴിയുന്ന ന്യൂനപക്ഷം, അതിലും വളരെ ചെറിയ ശതമാനം ന്യൂനപക്ഷമുണ്ട്. ഈ ക്രൈസ്തവ സമുദായത്തിനാണ് യഥാർത്ഥത്തിൽ ഒരു ന്യൂനപക്ഷത്തിന്റെ എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും പരിഗണനയും ഇവിടെ കിട്ടേണ്ടത്. അതിവിടെ കിട്ടുന്നില്ല. അത് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്.
യാതൊരു വിധത്തിലും പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടി ഈ സമുദായത്തിന് ഒന്നും കിട്ടുന്നില്ല. അത് ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷ സമുദായ അംഗങ്ങൾക്ക് അത് ആവോളം കിട്ടുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എങ്കിൽ ഈ തവണ ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ കയറിയാലും ന്യൂനപക്ഷ വകുപ്പ് അത് ക്രൈസ്തവരുടെ അടിസ്ഥാന വിഷയങ്ങളെ കൃത്യമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മന്ത്രിക്ക് അത് കൊടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അതൊരു ക്രൈസ്തവ നാമധാരി ആയിട്ടുള്ള ആൾക്ക്, അത് വെറും ക്രൈസ്തവ നാമധാരി ആയാൽ പോരാ, ഒരുപാട് ക്രൈസ്തവ നാമധാരികളുണ്ട്, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലാത്തവർ. ഞാൻ പറയുന്നത് അതല്ല, സമുദായത്തിന്റെ വിഷയങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്ന, ഈ സമുദായത്തിന് അനുവദനീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, നീതിക്ക് വേണ്ടി നിലനിൽക്കാൻ കഴിയുന്ന ഒരാളെ ഇവിടെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയാക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. 2, JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ക്രിസ്ത്യൻ മൈനോറിറ്റീസിന് വേണ്ടിയിട്ടൊരു ഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപിക്കണം എന്നുള്ളതാണ്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിന് ധൈര്യമുണ്ട്? ക്രൈസ്തവ സമുദായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാരും ഇന്ന് വിദേശ രാജ്യത്തേക്ക് കുടിയേറി പാർക്കുകയാണ്. അതിന്റെ കാരണം അവർക്ക് ഇവിടെ നിലനിൽപ്പിനുള്ള യാതൊന്നും ഇല്ലെന്നുള്ളതാണ്. ഒരു ലോൺ പോലും മര്യാദയ്ക്ക് കിട്ടുന്നില്ല. സംരംഭക സംവിധാനങ്ങളൊന്നും കിട്ടാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യൻ ഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കൊണ്ടുവരാൻ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വരുമെന്നുള്ള ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. 3-ാമത്തെ കാര്യം, ഇവിടെ EWS എന്ന് പറയുന്ന ഒരു സംവരണം, ഇവിടെയുള്ള മുന്നാക്ക വിഭാഗത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ലത്തീൻ വിഭാഗം ഒഴികെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികൾക്ക് ഇന്ന് ഒരു ആശ്വാസമായിട്ട് വന്നിരിക്കുന്ന ഒരു സംവരണമാണ്, സാമ്പത്തിക സംവരണമാണ് EWS എന്ന് പറയുന്ന സംവരണം, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് റിസർവേഷൻ. ആ സംവരണത്തെ സംരക്ഷിക്കാൻ, ആ സംവരണത്തിന്റെ ഗുണഭോക്താക്കളാകാൻ, ആ പട്ടികയിൽ വരുന്ന പരമാവധി ആളുകൾക്ക് സഹായം നൽകാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിയുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. അത് കോൺഗ്രസിന് പറ്റുമോ? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റുമോ? അത് BJPക്ക് പറ്റുമോ? ഞാനൊരൊറ്റ കാര്യം കൂടി ചോദിച്ചാൽ, എന്നെ കേൾക്കുന്നവര് രാഷ്ട്രീയമായിട്ട് എന്നെ ഏതെങ്കിലും ഒരു ചേരിയിലേക്ക് തിരിക്കരുത്. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം, 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 2019 ഈ സംവരണം ഈ രാജ്യത്ത് നടപ്പിലാക്കിയത്, ധീരതയോടുകൂടെ നടപ്പിലാക്കിയത് BJP ഗവൺമെന്റ് ആണ്, NDA സർക്കാരാണ്. അത് ഞാൻ ധീരതയോടുകൂടെ എന്ന് പറഞ്ഞതിന്റെ കാര്യം, അത് പിന്നാക്ക ജാതി വിഭാഗങ്ങളുടെ വോട്ട് ഒരു പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന വലിയ ഒരു അപകടം ഉണ്ടായിട്ടും മുന്നാക്ക സമുദായത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ധീരതയോടുകൂടി ഒരു നിലപാടെടുത്തു. ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. 2-ാമതൊരു കാര്യം, ഈ സംവരണം കേരളത്തിൽ നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അധികാരമുണ്ടായിരുന്നത് പിണറായി വിജയൻ സർക്കാരിന്. 1-ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് 10% സംവരണം EWSന് ഇവിടെ നടപ്പിലാക്കി. CPI ഇതിനോട് എതിരായിരുന്നു. CPMന്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു ബോധ്യമാണ് ഈ ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. എന്നാൽ സത്യം പറയുമ്പോൾ പലർക്കും വിഷമം തോന്നും, എങ്കിലും എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. AICCയുടെ ഈ 2025 ഓഗസ്റ്റ് മാസത്തിലെ കോൺഗ്രസിന്റെ ഒരു രാജ്യത്തുടനീളമുള്ള നിലപാടനുസരിച്ച് EWS സംവരണത്തോട് അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം അതിൽ പുലർത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, നിലവിൽ ജാതി സംവരണത്തിന്റെ ആനുകൂല്യം കിട്ടുന്ന സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലായിരിക്കുന്നവരെ കൂടി EWS സംവരണത്തിൽ ഞങ്ങൾ അധികാരത്തിൽ കയറിയാൽ ഉൾപ്പെടുത്തും എന്ന് കോൺഗ്രസ് സർക്കാർ പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പറഞ്ഞിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം നമുക്കറിയാം. എപ്പോഴൊക്കെ EWS എന്ന് പറയുന്ന ഒരു വിഷയം പൊതു ഇടങ്ങളിൽ ചർച്ചയാകുന്നു, അപ്പോഴൊക്കെ അതിനെ നഖശികാന്തം വിമർശിച്ച് അതിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളിൽ പ്രമുഖനാണ് കോൺഗ്രസ് പാർട്ടിയുടെ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന VT ബൽറാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. തീർച്ചയായും. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നമുക്ക് മുൻപിൽ നിൽക്കുകയാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യാനികളിലെ മഹാഭൂരിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ സംവരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അധികാരത്തിൽ കയറിയാൽ അത് കഴുത്തിന് മേലുള്ള തല വെട്ടിമാറ്റുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറയും. എങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഈ EWS സംവരണവുമായി ബന്ധപ്പെട്ട്
എന്ത് നിലപാട് ഉണ്ട് എന്ന് അറിയാൻ വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ പോലെ സമുദായ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന അവരുടെ ഏറ്റവും പുതിയ നിലപാടുകൾ അവർ പരസ്യമായി അവർ പ്രഖ്യാപിക്കട്ടെ. മുൻ നിലപാടുകൾ ആശങ്ക അങ്ങ് പറഞ്ഞ ആശങ്ക ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഇതിനെ എങ്ങനെ കാണുന്നു? ഇതൊരു പ്രതിസന്ധിയായി കാണുന്നുണ്ടോ? അതോ ഇത് ഇലക്ഷന് മുമ്പ് അവർ തുറന്നു പങ്കുവെക്കട്ടെ? ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞ 2014 ശേഷമുള്ള മന്ത്രിയുടെ കണക്ക് പറഞ്ഞു. ശരിക്കും 2000 മുതൽ ഒരു മന്ത്രിക്ക് ന്യൂനപക്ഷത്തിന് ചുമതല ഉണ്ട്. 2000 മുതലുള്ള കാലഘട്ടത്തിൽ തന്നെ മന്ത്രിമാർക്ക് ന്യൂനപക്ഷ ചുമതലയുണ്ട്. ആ കാലയളവിലും ഇതുപോലെ തന്നെ ഈ മുസ്ലിം മന്ത്രിമാർ തന്നെയായിരുന്നു ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ വിഷയങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. മാത്രവുമല്ല, ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പം കൃത്യമായിട്ടും അച്ഛനവിടെ സൂചിപ്പിച്ചു, നമ്മുടെ കോൺഗ്രസ് സർക്കാരൊക്കെ എടുത്ത EWSനെതിരെ നടത്തിയ കുറച്ച് അവരുടെ നിർദ്ദേശങ്ങളും, അതോടൊപ്പം തന്നെ ഈ ഒരു EWS ഇവിടെ നടപ്പിലാക്കണമെന്നും പറഞ്ഞുകൊണ്ടൊരു ആവശ്യം കോൺഗ്രസ് സർക്കാർ അല്ലെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്, സർക്കാർ എന്നല്ല കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും സംശയമാണ്. അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹം കാണേണ്ടതാണ്. കാര്യം ഒരു ഭരണകക്ഷി അവിടെ നടപ്പിലാക്കാതെ കാലതാമസം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ചോദ്യം ചെയ്യാനായിട്ടുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. ആ അവസര കാലയളവിലും അവരതിനെ ചോദ്യം ചെയ്യുകയോ ഇത് നടപ്പിലാക്കണമെന്നോ ഒരാവശ്യം പറയാതെ PT ബൽറാമിനെ പോലെയുള്ള ആളുകൾ സമ്മറി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വിഷയത്തിലെ രാഷ്ട്രീയ നിലപാടുകൾ രാഷ്ട്രീയ പാർട്ടികൾ വിഷയം ഇത്രമാത്രം ഗൗരവമായിരിക്കുന്നത് നമ്മളെ കേൾക്കുന്ന ഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവർ ഇത് മനസ്സിലാക്കണം. ഇന്ന് വിദേശത്തേക്ക് ആളുകൾ മുഴുവൻ കുടിയേറി പോകുന്നതിന് കാരണം ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇവിടെ ക്രൈസ്തവർക്ക് ഒരു വിധത്തിലുള്ള സംവരണമില്ല, മറ്റൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും കിട്ടാതെ ഇവിടെ നിലനിൽപ്പില്ലെന്ന് കണ്ട് അവർ തിരിച്ചു പോവാണ്. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയാനുള്ളത്, EWS സംവരണ വിഷയത്തിൽ ശ്രീ റോണി കെ ബേബി നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ തീർത്തും ഈ സമുദായത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ജയിച്ചു വന്നാൽ ക്രൈസ്തവ സമുദായത്തിന് അത് ഗുണകരമായിട്ട് തീരുവോ ദോഷമായിട്ട് തീരുവോ എന്നുള്ളത് പൊതുസമൂഹം ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വിലയിരുത്തുകയും കൂടെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളം കാത്തിരിക്കുമ്പോൾ ക്രൈസ്തവ സമൂഹം കാലാകാലങ്ങളിൽ ആവശ്യപ്പെടുന്ന നീറുന്ന വേദനകൾ, നീറുന്ന സംഘർഷങ്ങൾ, അവരുടെ മനസ്സിലുള്ള ആശങ്കകളാണ് ഈ രണ്ട് വ്യക്തികളിലൂടെ പങ്കുവയ്ക്കാൻ ഇവിടെ ശ്രമിച്ചത്. തീർച്ചയായിട്ടും ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് അത് എന്താണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള ധൈര്യം നേതാക്കൾക്കുണ്ടാകണം. മാത്രവുമല്ല, ഇത്തരം നേതാക്കളെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന അഭിവന്ദ്യ പിതാക്കന്മാരും ഇത്തരം കാര്യങ്ങൾ ധൈര്യത്തോടെ ചോദിക്കാനും മുന്നോട്ട് വരണം. ഷെക്കീന ഫൈറൂമിൽ അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി, നമസ്കാരം.